എൻ്റെ അനുഭവത്തിൽ നമ്മുടെ ഭാരതീയ പൈതൃകത്തിലേക്ക് ഒരു എൻട്രി വിദേശ രാജ്യങ്ങൾക്ക് കിട്ടുന്നത് യോഗയിൽ കൂടിയാണ്. യോഗയാണ് അവരുടെ എൻട്രി പോയിന്റ്. ഈ ജ്ഞാനപാനയിൽ പൂന്താനം പറഞ്ഞിരിക്കുന്നത് വേദാന്തം അരച്ച് കുറുക്കി വെച്ചിരിക്കുകയാണ്. വളരെ ലളിതമായിട്ട്. ഇത് കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കഴുതത് ചുമന്ന് ഇങ്ങനെ പോകുന്ന പോലെ അല്ലേ? സനാതനം എന്ന് പറഞ്ഞെങ്കിൽ ഒരിക്കലും നാശമില്ലാത്ത ജ്ഞാനപാനയിൽ സനാതന ധർമ്മമാണ് പറഞ്ഞിരിക്കുന്നത്. സ്വാമിജി വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്, ഒരുപാടധികം നാടുകളിൽ പോയിട്ടുള്ള ഒരാളാണല്ലോ. അപ്പോൾ ഈ ഭാരതീയ സംസ്കൃതി, നമ്മുടെ ഇതിഹാസ പുരാണങ്ങൾക്ക് അവിടേക്കുള്ളൊരു പ്രചാരം, സ്വാധീനം. ഇപ്പൊ രാമായണം തന്നെ നോക്കിയാൽ മനസ്സിലാക്കിയിരിക്കുന്നത് രാമായണം നേപ്പാളിലും ബർമയിലും തായ്ലാൻഡിലും ഇന്തോനേഷ്യയിലും അല്ലേ, ഒരുപാട് രാജ്യങ്ങളിൽ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, അവിടെയൊക്കെ പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ പാരായണം ചെയ്യുകയോ ജീവിതത്തിൽ പകർത്തുകയോ ചെയ്യുന്നുണ്ട്. യോഗ ഉൾപ്പെടെയുള്ള നമ്മുടെ ശാസ്ത്രങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് വലിയ അക്സെപ്റ്റൻസി, സ്വീകാര്യത. എങ്ങനെയാണ് അങ്ങയുടെ യാത്രകളിലൂടെ കണ്ടറിഞ്ഞിട്ടുള്ളത് ഈ ഒരു കാര്യം? എനിക്ക് എൻ്റെ അനുഭവത്തിൽ നമ്മുടെ ഭാരതീയ പൈതൃകത്തിലേക്ക് ഒരു എൻട്രി വിദേശ രാജ്യങ്ങൾക്ക് കിട്ടുന്നത് യോഗയിൽ കൂടിയാണ്. യോഗയാണ് അവരുടെ എൻട്രി പോയിന്റ്. യോഗയിൽ വന്നു കഴിഞ്ഞാൽ കുറേ എക്സസൈസ്, കുറേയൊക്കെ യോഗാസനങ്ങളും പ്രാണായാമമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു പരിധിയുണ്ട്. പിന്നെ നെക്സ്റ്റ് എന്ന് ചോദിക്കുമ്പോഴാണ് അവർ നമ്മുടെ ഇതിഹാസങ്ങളിലേക്കും പ്രത്യേകിച്ച് ഉപനിഷത്തിലേക്കൊക്കെ തിരിയുന്നത്. അവിടെ സത്യം എന്താണ് എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം, ഈ നാം കാണുന്ന ഈ പ്രപഞ്ചം എന്താണ്, ഇതിനെന്തെങ്കിലും ഒരു ഉത്തരമുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോഴാണ് അതിന് നമ്മുടെ തത്വശാസ്ത്രത്തിൽ മാത്രമേ നമുക്കൊരു തൃപ്തികരമായിട്ടുള്ളൊരു ഉത്തരം നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. മറ്റൊന്നിനും സാധ്യമല്ല. വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ആ വിഷയത്തിലേക്ക് കടക്കണമെന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞു വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അദ്വൈതം രണ്ടില്ല ഒന്നേ ഉള്ളൂ. അപ്പോൾ രണ്ടില്ല ഒന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആ വസ്തു ഞാൻ തന്നെയായിരിക്കണം, എന്നിൽ നിന്ന് ഭിന്നമാവാനായിട്ട് പാടില്ല. ഞാനും അതും ഭിന്നമാണെങ്കിൽ അത് അദ്വൈതമല്ല, അത് രണ്ടായിട്ട് മാറും, ദ്വൈതമായിട്ട് മാറും. അപ്പോൾ അദ്വൈത സിദ്ധാന്തത്തെ പൂർണ്ണമായിട്ടങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശാസ്ത്രത്തിൽ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എങ്ങനെ മനസ്സിലാക്കാം എവിടെയാണ് ഈ ലോകം എന്ന് ചോദിച്ചാൽ എന്താ അതിന് ഉത്തരം പറയാം? ഈ ലോകം എവിടെയാണ്? ഇപ്പോൾ നമ്മൾ ഓരോന്നും, ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഇത് കേരളത്തിലാണ്, ഇത് ഇന്ത്യയിലാണ്, ഏഷ്യയാണ്, അല്ലെങ്കിൽ ഭൂമിയിലാണ്, ഇതൊരു സൗരയൂഥമുണ്ട്, ഈ സൗരയൂഥമെല്ലാം മിൽക്കി വേ ഗാലക്സിയിലാണ്, ഈ ഗാലക്സി എല്ലാം ഈ വിശ്വത്തിലാണ്. ഈ വിശ്വം എവിടെയാണ്? വിശ്വത്തിനും ഒരു സ്ഥലം ആവശ്യമാണ്. ആ വിശ്വം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ വിശ്വം നിൻ്റെ ബോധത്തിലാണ്. ഈ ബോധം എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ബോധമാണ് എപ്പോഴും ഉള്ളത്. അത് ഉണ്ടായിട്ടില്ല, അത് മറയുന്നില്ല, അതെപ്പോഴും ഒരേപോലെ നിശ്ചലമായിട്ട് ഒരു സ്പന്ദനവുമില്ലാതെ എപ്പോഴും നിലനിൽക്കുന്നൊരു വസ്തു. ആ വസ്തുവേ ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ക്ഷണപ്രഭാചഞ്ചലം, അത് വരുന്നു പോകുന്നു. അതാണ് ഞാൻ എന്ന് മനസ്സിലാക്കാനാണ് നമ്മുടെ ആചാര്യന്മാർ ഈ കാണുന്ന തത്വശാസ്ത്രമെല്ലാം നമുക്ക് പറഞ്ഞു. അതിൽ ഞാൻ നേരത്തെ ചോദിച്ച വിദേശ രാജ്യങ്ങളിൽ ഇതിനുള്ളൊരു പ്രചാരം. വിദേശ രാജ്യങ്ങളിൽ ഞാൻ പോകുമ്പോൾ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയുള്ളൂ. അതായത് ഇപ്പോൾ കുറേ സംസ്കൃത പദങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ഇതുപോലെ അവരോട് ചോദിക്കുക, അവരെ കൊണ്ട് ചിന്തിപ്പിക്കുക. നമ്മൾ പറഞ്ഞു കൊടുക്കല്ല, അവരെ കൊണ്ട് ചിന്തിപ്പിക്കുക. ഇന്നതാണ്. ഇത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. മനസ്സിലായില്ലേ? എന്താ കാരണം ചോദിച്ചാൽ അതിനൊരു സ്ഥലം വേണം, ഞാൻ തന്നെയാണ് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടും. അതുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് എന്നെ അവർ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയൊക്കെയാണ് പ്രധാനമായും പോയ ഇടങ്ങൾ? ഞാൻ ഇപ്പം മുഖ്യമായിട്ട് യൂറോപ്പിലാണ് ഞാൻ പോകുന്നത് കുറേ കാലമായിട്ട്. ഏറ്റവും ആദ്യം സഞ്ചരിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ ജപ്പാനാണ്. ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുള്ളത് അവിടെ. പിന്നീട് യൂറോപ്പ്, കാനഡ,
തായ്ലൻഡ്, മോസ്കോ, ഈ റഷ്യ, അങ്ങനെ പല സ്ഥലങ്ങളിലും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. എവിടെ പോയാലും നമ്മളെ കേൾക്കാൻ ആളുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് അവരുടെ ബുദ്ധിക്ക് സ്വീകരിക്കാൻ പറ്റുന്നൊരു സംഗതി. ഇതൊരു നിങ്ങൾ വിശ്വസിക്കണമെന്നല്ല. ഇപ്പം ഞാൻ പറയാണ് ഹരിയുണ്ടോ ഇവിടെയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കറിയില്ല സ്വാമിജി, ഞാൻ എൻ്റെ അച്ഛനോടും ചോദിച്ചിട്ട് വരട്ടെ എന്ന് പറയേണ്ട ആവശ്യമില്ല. എൻ്റെ ഉണ്മ എന്നുള്ളത് സ്വതസിദ്ധമാണ്, സ്വതവേ എനിക്ക് ബോധ്യപ്പെടുന്ന ഒരു വസ്തുവാണ്. അതിന് മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മളുടെ. അപ്പോൾ ഇത് എവിടെ പോയി വേണമെങ്കിലും, ഇപ്പോൾ നമ്മൾക്ക് ഭൂമിയല്ല സ്വർഗത്തിൽ പോയാലും ഇത് കേൾക്കാൻ ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് തന്നെ രാമായണ പാരായണവും യോഗ പ്രാക്ടീസും എല്ലാം അവിടങ്ങളിലൊക്കെ വളരെ നന്നായി ഒരു അനുവർത്തിച്ചു പോകുന്നുണ്ട്. രാമായണ പാരായണം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ രാമായണ കഥകളൊക്കെ അവിടെ പ്രചാരമുണ്ട്. ഇതുപോലെ നമ്മൾ പാരായണം ചെയ്യുന്നത് പോലുള്ള പാരായണം ഒന്നും അവിടെ ഉണ്ടാകും. പിന്നെ എവിടെ പോയാലും മലയാളികളുണ്ട്, എവിടെ പോയാലും ഇന്ത്യക്കാരുണ്ട്. ഇങ്ങനെയുള്ള ആ ഒരു എന്താ പറയുക സമൂഹത്തിൽ പാരായണങ്ങളൊക്കെ നടക്കുന്നുണ്ടാകും. അല്ലാതെ വിദേശികൾ നടത്തുന്നതായിട്ട് എനിക്ക് എൻ്റെ അറിവിലില്ല. പക്ഷേ അവർക്ക് രാമായണ കഥ, മഹാഭാരത കഥ ഇതിനോടൊക്കെ വലിയ താല്പര്യമാണ്. എന്താ പറഞ്ഞാൽ ഇതൊക്കെ ശാശ്വതമായിട്ട് മൂല്യങ്ങൾ മനുഷ്യരിലേക്ക് കുത്തി നിറയ്ക്കുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ വിശ്വസിക്കേണ്ട ഇന്നത് നല്ലൊരു ധാർമ്മികനായിട്ട് ജീവിക്കാനുള്ളൊരു ബോധം രാമായണം വായിച്ച് തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിക്കും ഉണ്ടായിരിക്കും. അങ്ങനെ നേരത്തെ വേദാന്തത്തെക്കുറിച്ച് പറഞ്ഞു, അദ്വൈതത്തെക്കുറിച്ച് പറഞ്ഞു, സംസ്കൃതത്തെക്കുറിച്ച് പറഞ്ഞു. ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം മറുവശത്തുള്ളത് സാമാന്യ ജനത്തിന് സംസ്കൃത ഭാഷാ പാണ്ഡിത്യം ഉണ്ടാവണമെന്നില്ല, വേദാന്ത വിജ്ഞാനം ഉണ്ടാവണമെന്നില്ല, അദ്വൈതത്തെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവണമെന്നില്ല. പലപ്പോഴും അവരിലേക്ക് ഈ അറിവിനെ പകരുന്ന കാര്യത്തിൽ നമ്മുടെ ആചാര്യന്മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനങ്ങൾക്കൊക്കെ വലിയ സാധ്യതകളുണ്ട്. പക്ഷെ വലിയൊരു വിഭാഗം ജനങ്ങളിലേക്ക് കുറച്ചും കൂടെ അവർക്കറിയുന്ന ഭാഷയിൽ ഏറ്റവും ലളിതമായിട്ട് ഇനിയും ഇത്തരം സന്ദേശങ്ങൾ എത്തേണ്ടത് ഉണ്ടോ എന്നൊക്കെ സംശയം. തീർച്ചയായിട്ടും ഇത് ഓൾറെഡി ഉണ്ട്. ജ്ഞാനപാന, ഈ ജ്ഞാനപാനയിൽ പൂന്താനം പറഞ്ഞിരിക്കുന്നത് വേദാന്തം അരച്ച് കുറുക്കി വെച്ചിരിക്കുക. വളരെ ലളിതമായിട്ട് കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും മാളികാമുകളേറിയ മണ്ണൻ്റെ തോളിൽ മാറാപ്പു കേട്ടുന്നതും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ലളിതം. നമുക്ക് അർത്ഥത്തെക്കുറിച്ച് പോലും നല്ല മലയാളം അറിയാമെങ്കിൽ നമുക്ക് ഓരോ വരികളും വായിക്കുമ്പോൾ അർത്ഥസ്ഫുരണം, അതിൻ്റെ ഒരു ശാശ്വത സൗന്ദര്യം 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പൊക്കെ എഴുതിയതായിരിക്കണം അല്ലേ? അതെ, അല്ലേ? ആയിരിക്കണം. അപ്പോൾ ഇത്ര കാലം കഴിഞ്ഞിട്ടും ഇന്നും അത് നിലനിൽക്കുന്നത് അതിൻ്റെ ഒരു ശാശ്വതത്വം കൊണ്ടാണ്. തീർച്ചയായിട്ടും. അതായത് ശാശ്വതമായിട്ടുള്ള മൂല്യങ്ങൾക്ക് അതല്ല നമ്മുടെ സനാതന ധർമ്മം. സനാതനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നാശമില്ലാത്ത ഈ ജ്ഞാനപാനയിൽ സനാതന ധർമ്മമാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നിലനിൽക്കും. എത്ര കാലം ഇനിയൊരു ഈ യുഗം കഴിഞ്ഞ് മറ്റൊരു യുഗം ഉണ്ടായാലും വീണ്ടും ജ്ഞാനപാന ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അത് ആവശ്യമാണ്. അതിൽ കൂടെ ഇല്ല ജനിക്കുന്ന നേരത്തും കൂടെ ഇല്ല മരിക്കുന്ന നേരത്തും മണ്ണിലുള്ള ഈ സമയത്ത് എന്തിനാണ് ഇങ്ങനെ മത്സരിച്ച് തമ്മിലടിക്കുന്നത് അല്ലേ? പക്ഷെ മത്സരമല്ലേ ഉള്ളൂ ഇവിടെ. എല്ലാവരുടെയും മത്സരമാണ്. മത്സരമില്ലാത്തൊരു വേദിയില്ല. പക്ഷെ ഈ മത്സരങ്ങളെല്ലാം വെറും അറിവില്ലായ്മ കൊണ്ടാണെന്ന് ബോധ്യപ്പെടുന്നത് മത്സരിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോഴാണ്. മനസ്സിലായില്ലേ? നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് മത്സരബുദ്ധിയുണ്ട്. കുറേ നേടണം, കുറേ അനുഭവിക്കണം, കുറേ കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മളിങ്ങനെ നെട്ടോട്ടം ഓടിക്കൊണ്ട് ഇത് കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ ഗർഭമലി കഴുതത് ചുമന്ന് ഇങ്ങനെ പോകുന്ന പോലെ അല്ലേ? ജീവിത പ്രതീക്ഷകളും മോഹങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജീവിത യാഥാർത്ഥ്യം വളരെ ലളിതമായിട്ട് മലയാളികൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ പൂന്താനം നമുക്കിങ്ങനെ നല്ലൊരു തട്ടിൽ വെച്ച് തന്നിരിക്കുക. പക്ഷെ ആരും ഇതിന് നോക്കാനായിട്ടോ ഇതിനെ ചിന്തിക്കാനായിട്ടോ, രാമായണം കുറേ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയാം. പക്ഷേ ജ്ഞാനപാന എന്നുള്ളത് വായിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഏതൊരു കുട്ടിക്കും വളരെ നല്ലതുപോലെ മലയാളം അറിയുന്നവർക്ക് കൃത്യമായിട്ട് വായിക്കാനായിട്ട് അവനവൻ്റെ ആവശ്യമായി കഴിഞ്ഞ് വായിക്കാൻ എല്ലാവരും തയ്യാറാവുക കൂടെ വേണം അല്ലേ? ഇതിനെല്ലാത്തിനും ഒരു ബേസ് എന്ന് പറഞ്ഞൊരു ഭക്തി. മനസ്സിലായില്ലേ? ഭക്തി എന്നുള്ള വാക്കിന് ഭജു സേവായം എന്നുള്ള ധാതുവിൽ നിന്ന് ഭക്തി എന്നുള്ള പദം നിഷ്പന്നമായിരിക്കുന്നത്. സേവിക്കുക, ഭഗവാനെ സേവിക്കുക.
എന്തിനാ ഞാൻ ഭഗവാനെ സേവിക്കുന്നത്? ഭഗവാൻ എനിക്ക് നല്ലൊരു ശരീരം തന്നിരിക്കുന്നു, ഈ ശരീരം എനിക്കുണ്ട്, ഈ ശരീരം എൻ്റേതല്ല, എനിക്ക് തന്നിരിക്കുന്നതാണ്, അത് വേണ്ടതുപോലെ ഭഗവാനെ സേവിക്കാനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഭക്തി അതാണ് പൂന്താണ്, ഭക്തി തന്നിൽ മുഴുകിച്ചമഞ്ഞുടൻ മത്തനെ പോലെ നൃത്തം കുതിക്കണം, പാരിലങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരബ്ധങ്ങൾ അശേഷം ഒടുങ്ങിയിരുന്നു. അപ്പോൾ ഭക്തി ഞാനൊന്നുമല്ല, എല്ലാം ഭഗവാനാണ് എന്നുള്ളൊരു വിചാരം നമുക്ക് ഉള്ളിൽ കൊണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മുടെ അഹങ്കാരത്തിന് സ്ഥാനമില്ല. ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ അർജുനോട് പറയുന്നുണ്ട്, നിമിത്തമാത്രം ഭവ സവ്യസാചി 11ാമത്തെ അധ്യായത്തിൽ. അല്ലയോ അർജുന, നീ വെറും ഒരു നിമിത്തമാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ്, ഒരു ടൂൾ ഐ ആം ജസ്റ്റ് എൻ ഇൻസ്ട്രുമെന്റ്, ഒരു ഉപകരണമാണ്. ഉപകരണത്തിനൊന്നും ചെയ്യാൻ സാധ്യമല്ല. ആ ഉപകരണത്തെ ആരെങ്കിലും ഉപയോഗിക്കണം, അപ്പോഴാണ് ഉപകരണത്തിന് എന്തെങ്കിലും ചെയ്യാൻ. ഒരു ഫാനിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോഴേ കറങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞ പോലെ അല്ലേ? ഒരു മൊബൈൽ ഫോൺ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ അതിൽ ചെയ്യാം, ചാർജ് തീർന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിശ്ചലമായ ഒരു വസ്തുവാണ്. നിശ്ചലമായ വസ്തു. അതുപോലെ എന്നെ ഭഗവാന്റെ കയ്യിലൊരു ടൂളായിട്ട്, ഒരു നല്ലൊരു ഉപകരണമായിട്ട്, ഭഗവാന്റെ കയ്യിലെ നല്ലൊരു ഉപകരണമായിട്ട് നമ്മളായിത്തീരും. അതാണ് ഭക്തി കൊണ്ട്. അങ്ങ് ഒരുപാടധികം അറിവിൻ്റെ വെളിച്ചം പകരുന്ന ഒരു ആചാര്യനാണ്. അങ്ങേക്ക് അറിവും അനുഭവങ്ങളും പകർന്നു തന്ന ഗുരുശ്രേഷ്ഠർ, ആദരണീയരായിട്ടുള്ള ആചാര്യന്മാർ, അവരെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ആദ്യമായിട്ട് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ശ്രീ ശങ്കരാചാര്യ സ്വാമികളാണ്. ഭൂമാന സ്വാമി ആശ്രമത്തിൽ ഇരിക്കുന്ന സമയത്ത് ചിന്മയാനന്ദ സ്വാമിജിയെ കുറിച്ച് പലപ്പോഴും പല സ്വാമിജിയുടെ പുസ്തകങ്ങളും വായിക്കാനായിട്ടാണ് വന്നിട്ടുണ്ട്. പരം ചേത് ജ്ഞാതവ്യം, ഏറ്റവും ഉന്നതമായിട്ടുള്ള ജ്ഞാനമാണെങ്കിൽ അത് അറിയേണ്ടതാണ്, അത് ഞാൻ തന്നെയാണ്, മനസ്സിലായി, അത് കിട്ടേണ്ട വസ്തുവല്ല. ഇത് സ്വാമിജി കൃത്യമായിട്ട് ഓരോ ക്ലാസ്സിലും എംഫസൈസ് ചെയ്യും. അതായത് സത്യം എന്നുള്ളത് എന്നിൽ നിന്ന് ഭിന്നമല്ല എന്നുള്ളത് ഓരോ ക്ലാസ്സിലും സ്വാമിജി എംഫസൈസ് ചെയ്യും.